ഇന്ത്യൻ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിലും പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലെ കോടതിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിലും അനുശോചനം അറിയിച്ചിരിക്കുകയാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്താനും ഉത്തരവാദിത്തം ഉറപ്പാക്കാനും ഇരു രാജ്യങ്ങളോടും UN മേധാവി പറഞ്ഞു. ഹീനമായ കുറ്റകൃത്യങ്ങളാണ് ഇരു രാജ്യങ്ങളിലുമായി നടന്നതെന്നും ഗുട്ടറസ് കൂട്ടിച്ചേർക്കുന്നു. സ്ഫോടനത്തിനിരയായവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നും പരിക്കേറ്റവർ ഉടൻ സുഖം പ്രാപിക്കട്ടെയെന്നും ഗുട്ടറസ് പറഞ്ഞു. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ സമാധാനത്തിനും സിവിലിയൻ സുരക്ഷയ്ക്കും മുൻഗണന നൽകണമെന്നും ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തു. പ്രാദേശിക സ്ഥിരതയ്ക്കും ഭീകരതയ്ക്കുമെതിരായ ആഗോള പോരാട്ടത്തിനും പിന്തുണ അറിയിച്ച് തുർക്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ ചൈന, അമേരിക്ക, ശ്രീലങ്ക, മാൽദ്വീപ്, ഇസ്രയേൽ, അയർലൻഡ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ അനുശോചനം അറിയിച്ചിരുന്നു. അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ എംബസികളും സിംഗപ്പൂർ, UK ഹൈക്കമ്മീഷനുകളും ചാവേർ ആക്രമണത്തെ അപലപിച്ചിരുന്നു. UKയും അമേരിക്കയും ഫ്രാൻസും ഇന്ത്യയിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ഇന്നലെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ കോടതിക്ക് പുറത്തുണ്ടായ ചാവേർ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടതായും 20-ലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു ഡൽഹിയിലെ കനത്ത സുരക്ഷാ പ്രദേശമായ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 13 പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഹൂണ്ടായി i20 കാർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള സർവകലാശാലയിൽ നിന്ന് 2900 കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും കണ്ടെടുത്തതിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഇത്. രാജ്യത്തുടനീളം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ ഒരു വലിയ ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഈ സ്ഫോടക വസ്തുക്കളുടെ കണ്ടെത്തലാണ്. ഇന്ത്യയിലുടനീളം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായി പറയപ്പെടുന്ന ഒരു തീവ്രവാദ ശൃംഖലയുടെ ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശ്രീനഗറിൽ നിന്ന് അനന്തനാഗിൽ നിന്നുമുള്ള 2 വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രധാന അംഗങ്ങളെ കാശ്മീരിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് മൗലവി ഇർഫാൻ എന്ന മതപണ്ഡിതനാണ് തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ NIA 10 അംഗ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. NIA അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാംഗ്രിക്കാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല. കേസ് ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയതിന് പിന്നാലെ ജമ്മു കാശ്മീർ, ഡൽഹി പോലീസിൽ നിന്നും NIA കേസിന്റെ രേഖകൾ എടുത്തു. അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത 3 ദിവസത്തേക്ക് ചെങ്കോട്ടയിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ല. ചൊവ്വാഴ്ച ഇസ്ലാമാബാദിൽ 12 പേരുടെ മരണത്തിനിടയാക്കിയ ചാവേർ ബോംബാക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാക് താലിബാൻ ഏറ്റെടുത്തിരുന്നു. തങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ താലിബാൻ അവകാശവാദം ഉന്നയിച്ചു. പാകിസ്ഥാനിലെ അനിസ്ലാമിക നിയമങ്ങൾ പ്രകാരം വിധികൾ നടപ്പിലാക്കിയ ജഡ്ജിമാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് TTP പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇന്ത്യക്ക് മേലാണ് ആരോപണം ഉന്നയിച്ചത്. ഇസ്ലാമാബാദിലെ ചാവേർ ആക്രമണത്തിനും അഫ്ഗാനിസ്ഥാൻ അതിർത്തി കടന്നുള്ള വാനയിലെ ഒരു കാഡറ്റ് കോളേജിന് നേരെ ഉണ്ടായ മറ്റൊരു ആക്രമണത്തിനും പിന്നിൽ ഇന്ത്യ സ്പോൺസർ ചെയ്ത തീവ്രവാദ പ്രോക്സികളാണെന്നാണ് ഷെരീഫ് ആരോപിച്ചത്. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ഭരണകൂട പിന്തുണയുള്ള ഭീകരതയുടെ തുടർച്ചയാണ് ഈ ആക്രമണങ്ങളെന്ന് ഷെരീഫിനെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് ഓഫ് പാകിസ്ഥാൻ ചൊവ്വാഴ്ച പറഞ്ഞു. അതേസമയം പാകിസ്ഥാന്റെ ആരോപണങ്ങൾ ഇന്ത്യ തള്ളിയിട്ടുണ്ട്. നേരത്തെ ചാവേർ ബോംബാക്രമണം രാജ്യത്തിന് മുന്നറിയിപ്പാണെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത്. നമ്മളൊരു യുദ്ധാവസ്ഥയിലാണ്. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തി മേഖലയിലും ബലൂചിസ്ഥാനിലെ വിദൂര പ്രദേശങ്ങളിലുമാണ് പാകിസ്ഥാൻ സൈന്യം യുദ്ധം നടത്തുന്നതെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇസ്ലാമാബാദ് ജില്ലാ കോടതികളിൽ ഇന്ന് നടന്ന ചാവേർ ആക്രമണം ഒരു മുന്നറിയിപ്പ് സന്ദേശമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.